കേരളത്തെ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ പൗരത്വ ആശങ്കകൾ പരിഹരിക്കാൻ എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ വെച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുമെന്നും ഇത് കേരളീയനാണ് എന്നതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. ഷീജ, വിവിധ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. പറയൂ സമഗ്രമായി. തീർച്ചയായും വിനിഷ, സമഗ്രമായ രീതിയിൽ തന്നെ വിവിധ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ സുപ്രധാനമായ മന്ത്രിസഭാ തീരുമാനങ്ങളടക്കമാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വിശദീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേട്ടതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതാണ് നിലവിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്. അതിന് പകരം ഫോട്ടോ വെച്ച നാറ്റിവിറ്റി കാർഡിലേക്ക് സംസ്ഥാനം മാറുകയാണ്. ഇതിന് പൗരത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ അത് ഒരു പരിധിവരെ പരിഹരിക്കുക എന്നതുകൂടിയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ ആധാർ അടക്കമുള്ള കാര്യങ്ങളിലൂടെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പലയിടങ്ങളിലും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ, ഇതിന്റെ നിയമവശമടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അവർ ഇതിന്റെ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ, ഒന്ന് ഈ പ്രധാനമായും സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായത് ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണോ എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിൽ അദ്ദേഹം നൽകിയ മറുപടി, അത്തരത്തിലൊരു തിരിച്ചടിയാണ് LDFന് ഉണ്ടായതെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടത് ആദ്യം പത്തനംതിട്ട ജില്ലയിലാണ്. പക്ഷേ പന്തളത്ത് പോലും BJPയിൽ നിന്നും സീറ്റുകൾ LDF പിടിച്ചെടുക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള നടപടികൾ പലയിടങ്ങളിലും കേരളത്തിൽ നമുക്ക് കാണുവാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഉയർത്തിയ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി കൃത്യമായി തന്നെ നൽകുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതവർ കൃത്യമായ രീതിയിൽ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസിൽ കൃത്യമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള ഒന്നുമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രധാന രണ്ട് പ്രതികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും, ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ അത് പുറത്തു വന്നിരുന്നു. സോണിയാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ എളുപ്പത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നതിന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ രണ്ട് പ്രതികൾ, സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികൾ അവിടെ സോണിയാഗാന്ധിയെ കാണുന്നു, സോണിയാഗാന്ധിക്ക് ഉപഹാരം നൽകുന്നു, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നതടക്കമുള്ള ഫോട്ടോകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക് ഇവരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായത്? അതിൽ നമുക്ക് ആ ഫോട്ടോയിൽ തന്നെ അടൂർ പ്രകാശ് MPയെയും ആന്റണി MPയെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ അവിടെ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ തനിക്കെതിരെ ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താനാണ് ചിലർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെ നടന്ന ഒരു പരിപാടിയാണ്. ശബരിമലയിലേക്ക് ആംബുലൻസുകളുടെ ഫ്ലാഗ് ഓഫ്, അതൊരു പൊതു പരിപാടിയായിരുന്നു. അതിന്റെ ഫ്ലാഗ് ഓഫിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വിഷയമല്ല ഇപ്പോൾ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കാണേണ്ടത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. അതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ രീതിയിൽ തന്നെയുള്ളൊരു മറുപടി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയത് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ SIR അടക്കമുള്ള നടപടികളിൽ ഏത് രീതിയിലാണ് സംസ്ഥാനം വലിയ തോതിൽ ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചിട്ട് പോലും അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നീക്കുപോക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ SIRന്റെ കരട് പട്ടിക വന്നപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ സഹായം ജനങ്ങൾക്ക്, ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് ആ വോട്ടർ പട്ടികയിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായവും നൽകുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. മറ്റൊന്ന്, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് വലിയ അപരാധമായി ചിത്രീകരിക്കുന്നുണ്ട് ചിലർ എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. അത് പമ്പയിൽ താൻ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ്
വെള്ളാപ്പള്ളിയെ കാണുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരുമിച്ച് ഒരു കാറിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ കാറിൽ നടന്നു പോകേണ്ടതില്ല എന്ന് കരുതി വെള്ളാപ്പള്ളിയും ഒപ്പം കൂട്ടുകയായിരുന്നു ആ പരിപാടിക്ക് വേണ്ടി. പക്ഷേ അതിന് നൽകിയ ചിത്രീകരണം അത് വലിയ തോതിൽ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. വിനിഷ.